നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സക്സസ് വാലി പേഴ്സണൽ സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ചില കുട്ടികൾക്ക് ഒരു പക്ഷേ പേഴ്സണൽ സെഷൻ വേണ്ടി വരും പഠനവുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടോ. ഇപ്പൊ എക്സാമുമായി ബന്ധപ്പെട്ട് I think 1 month ബാക്ക് ഒരു പെൺകുട്ടി എക്സാം വരികയാണ്. കുട്ടിക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ പാരന്റ് എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാം അവൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന്, പക്ഷെ എന്താ പറയാ അവൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ എക്സാം വരികയാണ്, ഇപ്പൊ സ്റ്റഡി ലീവായിട്ട് വീട്ടിലുണ്ട്. ആള് ഭയങ്കര പാനിക്കായിട്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ടെൻഷൻ അങ്ങ് കൂടി ആള് ഭയങ്കര ടയർഡായി പോവാ. അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പേഴ്സണൽ സിറ്റിംഗ് പ്രൊവൈഡ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് അവരകത്തുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കണം. നിങ്ങളകത്ത് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, മോള് നല്ലോണം പഠിക്കുന്നല്ല, ഇങ്ങനെ ആശ്വാസം കൊടുത്തിട്ട് കാര്യമല്ല. നമ്മുടെ അകത്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്താലേ നമുക്ക് അകത്തുള്ള പോസിറ്റീവായിട്ടുള്ള കഴിവുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം നമ്മൾ ആ ഒരു ഇരുട്ടില്ല, ആ ഒരു സ്ട്രെസ്സിലാണ് നമുക്ക് എല്ലാം കാണാൻ പറ്റുക. കുട്ടികളുടെ അകത്ത് അവർക്ക് വേണ്ട കോൺഫിഡൻസ്, കറേജ്, എവറിത്തിങ് എല്ലാം നമ്മളിൽ ഇൻബിൽട്ട് ആണ്. ഓൾ ദ പീപ്പിൾ ഹാവ് ഓൾ ദ റിസോഴ്സസ് വിത്തിൻ ദംസെൽവ്സ് എന്നാണ് NLPയുടെ വൺ ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഓരോരുത്തരുടെ അകത്തും അവനവന് വേണ്ട എല്ലാ റിസോഴ്സസും ഉണ്ട്. നമ്മളെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ്, കറേജ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒബ്സർവേഷൻ പവർ എല്ലാം അകത്തുണ്ട്. ഓൾ ദ പീപ്പിൾ ഹാവ് ഓൾ ദ റിസോഴ്സസ് വിത്തിൻ ദംസെൽവ്സ് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ആദ്യം പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് അവരുടെ അകത്ത് കഴിവുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് എക്സാം ഫിയറിന്റെ പാനിക്കായ കുട്ടിയെ നമ്മുടെ പേഴ്സണൽ സെഷനിൽ വന്ന സമയത്ത് കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, എന്തൊക്കെയാണോ മോളുടെ പ്രോബ്ലം കംപ്ലീറ്റ് എന്നോട് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്തോളൂ. പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടി കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് കേൾക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് പേഷ്യൻ്റ് ആയിട്ട് കംപ്ലീറ്റ് അവളത് കേൾക്കാൻ പറ്റുന്നത്? കേൾക്കുന്നത് എനിക്കറിയാം. അവൾ പറയുന്ന ഓരോ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ സക്സസ് വാലി ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാനിത് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്തതാണ്. എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത്, ടൂൾസും ടെക്നിക്സും തെറാപ്പീസും ഉണ്ട്. അവൾ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അവളടുത്ത്. എൻ്റെ അടുത്ത് അവളുടെ ഒരു വിഷമത്തെയല്ലേ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവളെ കണ്ണിലേക്ക് നോക്കിയിട്ട് അങ്ങനെ കംപ്ലീറ്റ് അവളെ ലിസൺ ചെയ്യാനും കംപ്ലീറ്റ് കേൾക്കാൻ പറ്റിയത് എന്താണ്, അവളെ ഹെൽപ്പ് ചെയ്യാനുള്ള വല്ലാത്തൊരു ആഗ്രഹത്തിൽ നിന്നാണ് ഞാനത് കേൾക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അവളുടെ പ്രോബ്ലം ഒക്കെ കിട്ടുക ആദ്യം അവൾക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് ആ പ്രിൻസിപ്പിൾ മനസ്സിലായാൽ മാത്രം മതിയോ? നോ, അവൾക്കത് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ? അവളകത്തുള്ള ഒരു ആൻസൈറ്റി, എക്സാം ഫിയറിനെ മാറ്റുന്ന തെറാപ്പിയും കൂടി അങ്ങ് ചെയ്ത് അതുകൂടി എക്സ്പീരിയൻസ് ചെയ്യും വേണം. ആ ബ്ലോക്ക് അങ്ങ് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ആ കുട്ടിയിൽ ഉണ്ടായ ഒരു കോൺഫിഡൻസ്. അതിനുശേഷം എക്സാം കഴിഞ്ഞിട്ട് ആ കുട്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നും എക്സാം എഴുതുന്നതിലേറെ പവർഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് എക്സാം എഴുതാൻ പറ്റിയെന്നുള്ളത് അതിലേറെ വലിയ എന്ത് വെൽത്താണുള്ളത്. അപ്പോൾ ഇനിയും എക്സാം ഫിയർ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന കുട്ടികൾ, സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഹാപ്പി ആയിട്ട് എക്സാം ഫേസ് ചെയ്യാൻ സക്സസ് വാലിയുടെ സ്റ്റുഡൻസ് NLP സെഷനിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.